ഹായ് എവരി വൺ, വെൽക്കം ടു ദ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് കേരള PSC ഫിഷറീസ് ഓഫീസർ എക്സാമിനെ അടിസ്ഥാനമാക്കിയിട്ടുള്ള ഒരു മോക്ക് ടെസ്റ്റാണ് ചെയ്ത് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഏകദേശം യൂണിറ്റ് 6 വരെയുള്ള ഭാഗങ്ങൾ നമ്മൾ MCQ സീരീസ് ആയിട്ട് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. ഓരോ ടോപ്പിക്കിനെ അടിസ്ഥാനമാക്കിയിട്ട് നമ്മൾ MCQs മാക്സിമം കവർ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും. കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഒരു മോക്ക് ടെസ്റ്റാണ്. ഏകദേശം 30ഓളം MCQs ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. 1 മുതൽ 6 വരെയുള്ള യൂണിറ്റിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്താലോ. യൂണിറ്റുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. 3 യൂണിറ്റ്സാണ് നമ്മൾ ഈ ഒരു MCQസിൽ കവർ ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ ലെങ്ത് വളരെയധികം കൂടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത് 10 ക്വസ്റ്റ്യൻസിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ ആദ്യം ക്വസ്റ്റ്യൻസ് പറയും, ദെൻ ആൻസേഴ്സ് ഡിസ്കസ് ചെയ്യുന്ന രീതിയിൽ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഒരു 3 പാർട്ടായിട്ടായിരിക്കും വീഡിയോ വരുന്നത്, മോക്ക് ടെസ്റ്റ്. അതുമാത്രമല്ല, ഇതിൻ്റെ ഫോർമാറ്റ് എന്ന് പറയുന്നത് ഫസ്റ്റ് ഞാൻ ക്വസ്റ്റ്യൻസ് പറയും. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ നിങ്ങളുടെ ആൻസേഴ്സ് മാർക്ക് ചെയ്ത് വെക്കുക. ഒരു പേപ്പർ പെന്നോ OMR ഷീറ്റോ എന്താണെന്ന് വെച്ചാൽ ഉപയോഗിച്ചിട്ട് നിങ്ങൾ ആൻസേഴ്സ് മാർക്ക് ചെയ്ത് വെക്കുക. ശേഷം ഈ സെയിം വീഡിയോയിൽ തന്നെ അതിൻ്റെ ആൻസേഴ്സും എക്സ്പ്ലനേഷനോട് കൂടി പറയും. അപ്പോൾ അതൊന്ന് നിങ്ങൾക്ക് നോക്കിയിട്ട് നിങ്ങളുടെ മാർക്കും ചെക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ. സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് MCQs ചെയ്യാവുന്നതാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഇൻഡിക്കേറ്റർ ഈസ് മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ടു അസസ് ടെമ്പറൽ ചേഞ്ചസ് ഇൻ ഫിഷ് സ്റ്റോക്ക് അബൻഡൻസ് ഇൻ എ മൾട്ടി ഗിയർ ഫിഷറി? മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ടു അസസ് ടെമ്പറൽ ചേഞ്ചസ് ഇൻ എ ഫിഷ് സ്റ്റോക്ക് അബൻഡൻസ്. ടോട്ടൽ ആനുവൽ ലാൻഡിങ്സ്, catch per unit effort, mean length of catch, recruitment index. Then next question number 2. In a fish population showing truncated age structure, which condition is most likely? Dominance of older age group, balanced recruitment and mortality, absence of scarcity of older age classes, high longevity with low fishing pressure. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഒരു അസേർഷൻ റീസൺ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. അസേർഷൻ വരുന്നത്, സ്റ്റാറ്റിക് ലൈഫ് ടേബിൾസ് ആർ കോമൺലി യൂസ്ഡ് ഇൻ ഫിഷറി സ്റ്റോക്ക് അസസ്മെൻറ്റ്. റീസൺ, ദേ റിക്വയർ ഏജ് വൈസ് ഡാറ്റ കളക്റ്റഡ് ഓവർ ദ എൻറ്റയർ ലൈഫ് സ്പാൻ ഓഫ് എ കൊഹേർട്ട്. They require age-wise data collected over the entire lifespan of a cohort. Options നോക്കാം. Both A and R are true and R explains A. B, both A and R are true but R does not explain A. C, A is true but R is false. A is false but R is true. ഓക്കെയാണല്ലോ. സ്റ്റേറ്റ്മെൻറ്റ്സ് ഒന്നുകൂടെ കാണിക്കാം. സ്റ്റാറ്റിക് ലൈഫ് ടേബിൾസ് ആർ കോമൺലി യൂസ്ഡ് ഇൻ ഫിഷറി സ്റ്റോക്ക് അസസ്മെൻറ്റ്. Reason, they require age-wise data collected over the entire lifespan of a cohort. Then next question number 4. Which situation best represent growth over fishing? Growth over fishing. Capture of fish after attaining maximum length. High fishing mortality before fish reach optimum size. Reduced spawning stock biomass. Fluctuating recruitment due to environmental factors. Okay. Then next question number 5. Maximum sustainable yield MSY is achieved when fishing mortality equals natural mortality, biomass is at virgin stock level, population growth rate is maximum, economic profit is maximum. ക്വസ്റ്റ്യൻ ഇതായിരുന്നു, MSY ഈസ് അച്ചീവ്ഡ് വെൻ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 6. ദ പ്രിൻസിപ്പൽ ഫോം ഫോർ കോർ ഓഫ് ദ FAO കോഡ് ഓഫ് കണ്ടക്ട് ഈസ് റെസ്പോൺസിബിൾ ഫിഷറീസ്. വിച്ച് പ്രിൻസിപ്പൽ ഫോംസ് ദ കോർ ഓഫ് ദ FAO കോഡ് ഓഫ് കണ്ടക്ട് ഫോർ റെസ്പോൺസിബിൾ ഫിഷറീസ്? മാക്സിമൈസേഷൻ ഓഫ് ഹാർവസ്റ്റ്, ecosystem-based management, open access to resources, subsidization of fishing effort. Okay. The next question number 7. Eniometric fishing primarily aims at increasing total effort,
harvesting all size group equally, selective removal of specific age or size group, elimination bycatch completely. Then aneumetric fishing ആണ് ചോദിച്ചിട്ടുള്ളത്. Then next question number 8. In open access fisheries, the tragedy of commons mainly results from strong regulatory control, individual profit maximizing behavior, scientific stock assessment, limited fishing technology. അപ്പോൾ ക്വസ്റ്റ്യൻ ഇതായിരുന്നു. ഓപ്പൺ ആക്സസ് ഫിഷറീസിൽ കോമൺലി കണ്ടുവരുന്നതാണ് ട്രാജഡി ഓഫ് കോമൺസ്. ഇത് എന്തിൻ്റെ റിസൾട്ടാണെന്നാണ് ക്വസ്റ്റ്യൻ. സ്ട്രോങ് റെഗുലേറ്ററി കൺട്രോൾ, ഇൻഡിവിജ്വൽ പ്രോഫിറ്റ് മാക്സിമൈസിംഗ് ബിഹേവിയർ, സയൻറ്റിഫിക് സ്റ്റോക്ക് അസസ്മെൻറ്റ്, ലിമിറ്റഡ് ഫിഷിംഗ് ടെക്നോളജി. Then question number 9. Which traditional fishing craft of India is most associated with plank built hull construction? Plank built hull construction ആണ് ചോദിച്ചിട്ടുള്ളത്. കാറ്റമാരൻ, വള്ളം, ഡഗൌട്ട് കനോയ്, കൊറാക്കൽ. സോ പ്ലാങ്ക് ബിൽറ്റ് ഹൾ കൺസ്ട്രക്ഷൻ അസോസിയേറ്റ് ചെയ്തിട്ടുള്ള ക്രാഫ്റ്റ് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. Then next question number 10. The primary purpose of ballast in a fishing vessel is to improve speed, maneuverability, stability, fuel efficiency. അപ്പോൾ പ്രൈമറി പർപ്പസ് ഓഫ് ബലാസ്റ്റ് ആണ് ഫിഷിംഗ് വെസലിൽ കാണുന്ന ബലാസ്റ്റിൻ്റെ പ്രൈമറി പർപ്പസ് എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഇനി നമുക്ക് ഈ 10 ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സ് നോക്കാം. നെക്സ്റ്റ് വീഡിയോയിൽ ബാക്കി 11 to 20 ക്വസ്റ്റ്യൻസും ആൻസേഴ്സും നോക്കാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. ക്യാച്ച് പെർ യൂണിറ്റ് എഫേർട്ടാണ് വരുന്നത്. ചെറിയൊരു എക്സ്പ്ലനേഷനും കൂടെ കൊടുത്തിട്ടുണ്ട്. ക്യാച്ച് പെർ യൂണിറ്റ് എഫേർട്ട് ഈസ് എ സ്റ്റാൻഡേർഡ് അബൻഡൻസ് ഇൻഡെക്സ് യൂസ്ഡ് ടു ട്രാക്ക് ടെമ്പറൽ ട്രെൻഡ്സ് ഇൻ ഫിഷ് സ്റ്റോക്ക്. ഓക്കെ, ടെമ്പറൽ ട്രെൻഡ്സ് ഇൻ ഫിഷ് സ്റ്റോക്ക് അസസ് ചെയ്യാൻ വേണ്ടിയിട്ട്, ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഇൻഡെക്സ് ആണ്. എസ്പെഷ്യലി ഇൻ മൾട്ടി ഗിയർ ഫിഷറീസ് ബിക്കോസ് ഇറ്റ്സ് റിലേറ്റഡ് ടു ക്യാച്ച് ടു എഫേർട്ട്. ദെൻ ബാക്കി കൊടുത്തിരിക്കുന്ന ഓപ്ഷൻസും കൂടെ എന്താണെന്ന് ചെക്ക് ചെയ്ത് പോവാം. ജസ്റ്റ് കീവേഡ്സ് മാത്രമേ മെൻഷൻ ചെയ്യുന്നുള്ളൂ. ടോട്ടൽ ആനുവൽ ലാൻഡിങ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഇൻഫ്ലുവൻസ്ഡ് ബൈ എഫേർട്ട്, മാർക്കറ്റ് റെഗുലേഷൻസ് ഒക്കെയാണ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. മീൻ ലെങ്ത് ഓഫ് ക്യാച്ച് അത് ആ ഒരു ഫിഷ് പോപ്പുലേഷൻ്റെ ഗ്രോത്ത്, എക്സ്പ്ലോയിറ്റേഷൻ ഇൻഡിക്കേറ്റർ ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. റിക്രൂട്ട്മെൻറ്റ് ഇൻഡെക്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇയർ ക്ലാസ് സ്ട്രെങ്ത് ആണ്, നോട്ട് ഓവറോൾ അബൻഡൻസ്. ഓക്കെ, സോ ആൻസർ ആയിട്ട് വരുന്നത് ക്യാച്ച് പെർ യൂണിറ്റ് എഫേർട്ടാണ്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഏതായിരുന്നു? ട്രങ്കേറ്റഡ് ഏജ് സ്ട്രക്ചർ മോസ്റ്റ് സ്യൂട്ടബിൾ ആയിട്ട് വരുന്നത് ആൻസർ ഓപ്ഷൻ സി ആണ്. ആബ്സെൻസ് ഓർ സ്കേഴ്സിറ്റി ഓഫ് ഓൾഡർ ഏജ് ക്ലാസ് ആണ് വരുന്നത്. എക്സ്പ്ലനേഷൻ നോക്കാം. ട്രങ്കേറ്റഡ് ഏജ് സ്ട്രക്ചർ ഇൻഡിക്കേറ്റ് സെലക്റ്റീവ് റിമൂവൽ ഓഫ് ഓൾഡർ ഫിഷ് ഡ്യൂ ടു ഹൈ ഫിഷിംഗ് പ്രഷർ ലീഡിങ് ടു ഡോമിനൻസ് ഓഫ് യങ്ങർ ഏജ് ഗ്രൂപ്പ്. ഹൈ ഫിഷിംഗ് പ്രഷർ വഴി ഓൾഡർ ഏജ് ഗ്രൂപ്പിൻ്റെ ആബ്സെൻസ് ഓർ സ്കേഴ്സിറ്റിയാണ് ട്രങ്കേറ്റഡ് ഏജ് സ്ട്രക്ചർ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ദെൻ ഡൊമിനൻസ് ഓഫ് ഓൾഡർ ഏജ് ഗ്രൂപ്പ് ലോ ഫിഷിംഗ് പ്രഷറാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ദെൻ ബാലൻസ്ഡ് റിക്രൂട്ട്മെൻറ്റ് ആൻഡ് മോർട്ടാലിറ്റി ഒരു സ്റ്റേബിൾ പോപ്പുലേഷനാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഹൈ ലോഞ്ചിവിറ്റി ആണെങ്കിൽ ഓപ്പോസിറ്റ് ഓഫ് ട്രങ്കേഷൻ ആണ് അവിടെ കാണിക്കുന്നത്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഒരു അസേർഷൻ റീസൺ ടൈപ്പ് ക്വസ്റ്റ്യൻ ആയിരുന്നു. അതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. എ ഈസ് ഫാൾസ് ബട്ട് ആർ ഈസ് ട്രൂ ആണ് വരുന്നത്. സ്റ്റാറ്റിക് ലൈഫ് ടേബിൾസ് ആർ കോമൺലി യൂസ്ഡ് ഇൻ ഫിഷറി സ്റ്റോക്ക് അസസ്മെൻറ്റ് എന്നുള്ളത് റോങ് ആണ്. ആർ ട്രൂ ആണ്. സ്റ്റാറ്റിക് ലൈഫ് ടേബിൾസ് ആർ നോട്ട് കോമൺലി യൂസ്ഡ് ബിക്കോസ് ഫിഷറീസ് റെയർലി ഒബ്റ്റെയിൻ കംപ്ലീറ്റ് കൊഹേർട്ട് ഡാറ്റ. ഓക്കെ, കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നില്ല. കാരണം കംപ്ലീറ്റ് കൊഹേർട്ട് ഡാറ്റ കിട്ടാൻ വേണ്ടിയിട്ട് വളരെ റെയറാണ്, കുറച്ചുകൂടെ എഫേർട്ട് അതിനാവശ്യമാണ്. സോ അത് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നില്ല. ഹവർ ആർ ഈസ് ട്രൂ. സ്റ്റാറ്റിക് ലൈഫ് ടേബിൾ റിക്വയർ ഏജ് വൈസ് ഡാറ്റ ഓവർ ഫുൾ ലൈഫ് സ്പാൻ. പറയുന്ന റീസൺ കറക്റ്റാണ്, പക്ഷേ അസേർഷൻ റോങ് ആയിരുന്നു. ഫിഷറീസ് പ്രിഫർ ഡൈനമിക് ലൈഫ് ടേബിൾ. സ്റ്റാറ്റിക് ലൈഫ് ടേബിളിന് കംപ്ലീറ്റ് കൊഹേർട്ട് ഡാറ്റ നമുക്ക് ആവശ്യമാണ്. സോ അത് കോമൺ ആയിട്ട് പ്രിഫർ ചെയ്യുന്നില്ല. ഫിഷറീസ് പ്രിഫർ ചെയ്യുന്നത് ഡൈനമിക് ലൈഫ് ടേബിൾസ് ആണ്. അത് ക്രോസ് സെക്ഷണൽ ഡാറ്റയാണ് എടുക്കുന്നത്.
സോ ക്വസ്റ്റ്യൻ നമ്പർ 4ൻ്റെ ആൻസർ ഗ്രോത്ത് ഓവർ ഫിഷിംഗ് റെപ്രസെൻ്റ് ചെയ്യുന്ന ബെസ്റ്റ് സിറ്റുവേഷൻ ഓപ്ഷൻ ആണ് ഹൈ ഫിഷിംഗ് മോർട്ടാലിറ്റി ബിഫോർ ഫിഷ് റീച്ച് ഓപ്റ്റിമം സൈസ്. ഓക്കെ, explanation നോക്കാം. ഗ്രോത്ത് ഓവർ ഫിഷിംഗ് ഒക്കേഴ്സ് വെൻ ഫിഷ് ആർ കോട്ട് ടു യങ് ബിഫോർ റീച്ചിങ് മാക്സിമം ബയോമാസ് yield. നമുക്കറിയാം ഗ്രോത്ത് ഓവർ ഫിഷിംഗ് എന്ന് പറയുന്നത് അതൊരു പെർട്ടിക്കുലർ സൈസോ ഒരു പെർട്ടിക്കുലർ ഏജോ എത്തുന്നതിന് മുമ്പ് ഉണ്ടാകുന്ന ഒരു ഫിഷസിനെ പിടിക്കുന്ന ഒരവസ്ഥയാണ്. സോ ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. ദെൻ റിഡ്യൂസ്ഡ് സ്പോണിംഗ് സ്റ്റോക്ക് ബയോമാസ് റിക്രൂട്ട്മെൻറ്റ് ഓവർ ഫിഷിംഗ് ആണ് അവിടെ കാണിക്കുന്നത്. എൻവയോൺമെൻറ്റൽ റിക്രൂട്ട്മെൻറ്റ് ഫ്ലക്ച്വേഷൻ നാച്ചുറലായിട്ട് ഉണ്ടാകുന്ന വേരിയബിലിറ്റി ആണ് അവിടെ കാണിക്കുന്നത്. ക്യാച്ച് ആഫ്റ്റർ മാക്സിമം ലെങ്ത് ബയോളജിക്കൽ ഒപ്റ്റിമൽ ആണ്. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 5 ആൻസർ വരുന്നത് MSY മാക്സിമം സസ്റ്റൈനബിൾ yield ഈസ് അച്ചീവ്ഡ് വെൻ ഓപ്ഷൻ സി പോപ്പുലേഷൻ ഗ്രോത്ത് റേറ്റ് ഈസ് മാക്സിമം. MSY occurs when stock biomass is around MSY, where net population growth is highest. ഓക്കെ, എക്കണോമിക് പ്രോഫിറ്റ് മാക്സിമം ആണെങ്കിൽ MEY ആണ്, മാക്സിമം എക്കണോമിക് ഈൽഡാണ് അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. MSY മാക്സിമം പോപ്പുലേഷൻ ഗ്രോത്ത് ആണ് അവിടെ സ്യൂട്ടബിൾ ആയിട്ടുള്ളത്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, FOൻ്റെ കോറായിട്ടുള്ള പ്രിൻസിപ്പൽ ഫോമാണ് കോഡ് ഓഫ് കണ്ടക്ട് ഫോർ റെസ്പോൺസിബിൾ ഫിഷറീസ്. ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. എക്കോസിസ്റ്റം ബേസ്ഡ് മാനേജ്മെൻറ്റ് എന്നതാണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. സോ എക്സ്പ്ലനേഷൻ നോക്കാം. FAO കോഡ് ഓഫ് കണ്ടക്ട് എംഫസൈസ് സസ്റ്റൈനബിലിറ്റി, എക്കോസിസ്റ്റം അപ്രോച്ച് ആൻഡ് റെസ്പോൺസിബിൾ യൂസ് ഓഫ് അക്വാട്ടിക് റിസോഴ്സസ്. ദെൻ ബാക്കി വരുന്ന ഓപ്ഷൻസ് ഒന്ന് നോക്കാം. മാക്സിമൈസേഷൻ ഓഫ് ഹാർവെസ്റ്റ് എന്ന് പറയുന്നത് പ്രൊഡക്ഷൻ ഓറിയൻറ്റഡ് നോട്ട് സസ്റ്റൈനബിലിറ്റി. ഓപ്പൺ ആക്സസ് എന്ന് പറയുന്നത് ലീഡ്സ് ടു ഓവർ എക്സ്പ്ലോയിറ്റേഷൻ. ദെൻ സബ്സിഡൈസേഷൻ അതൊരു പോളിസി ടൂളാണ്, അതൊരു കോർ പ്രിൻസിപ്പിളായിട്ട് നമുക്ക് FOൻ്റെ കോർ പ്രിൻസിപ്പിളായിട്ട് സബ്സിഡൈസേഷനെ കാണാൻ പറ്റില്ല, ഒരു പോളിസി ടൂളാണ്. സോ FAO കോഡ് എക്കോസിസ്റ്റം പ്ലസ് സസ്റ്റൈനബിലിറ്റി റിലേറ്റ് ചെയ്തിട്ടാണ് വരുന്നത്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എനിയോമെട്രിക് ഫിഷിംഗ് എന്നത് എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. പ്രൈമർലി എയിംസ് അറ്റ് ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. സെലക്റ്റീവ് റിമൂവൽ ഓഫ് സ്പെസിഫിക് ഏജ് ഓർ സൈസ് ഗ്രൂപ്പ്. എനിയോമെട്രിക് ഫിഷിംഗ് എന്ന് പറയുന്നത് കുറച്ച് സെലക്റ്റീവ് ആയിട്ടുള്ള ഫിഷിംഗ് പ്രോസസ്സാണ്. എനിയോമെട്രിക് ഫിഷിംഗ് ഫോക്കസസ് ഓൺ സെലക്റ്റീവ് ഹാർവെസ്റ്റിംഗ് ഓഫ് ഓപ്റ്റിമം സൈസ് ഓർ ഏജ് ഗ്രൂപ്പ് ടു മാക്സിമൈസ് yield ആൻഡ് കൺസേർവ് സ്റ്റോക്ക്. അപ്പോൾ yield മാക്സിമൈസ് ചെയ്യാനും സ്റ്റോക്ക് കൺസേർവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒപ്റ്റിമം സൈസ് ഓർ ഏജിലെത്തിയ ഫിഷസിനെ മാത്രം സെലക്റ്റീവ്ലി ഫിഷിംഗ് നടത്തുന്നതിനെയാണ് നമ്മൾ എനിയോമെട്രിക് ഫിഷിംഗ് എന്ന് പറയുന്നത്. ഹാർവെസ്റ്റിംഗ് ഓൾ സൈസ് ഈക്വലി അതൊരു നോൺ സെലക്റ്റീവ് ഫിഷിംഗ് ആണ്. ഇൻക്രീസിങ് എഫേർട്ട് അത് മാനേജ്മെൻറ്റ് റിസ്കിലോട്ട് എത്തിക്കുന്നുണ്ട്. പ്രോപ്പർ ഗിയേഴ്സൊക്കെ യൂസ് ചെയ്യാതിരിക്കുമ്പോഴാണ് എഫേർട്ട് ഇൻക്രീസ് ചെയ്യുന്നത്. ദെൻ ബൈ ക്യാച്ച് എലിമിനേഷൻ ഗിയർ സെലക്ടിവിറ്റി കോൺസെപ്റ്റാണ് ഫുൾ ബൈ ക്യാച്ച് എലിമിനേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എനിയോമെട്രിക് ഫിഷിംഗ് എന്ന് പറയുന്നത് സെലക്റ്റീവ് ഫിഷിംഗ് ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 8, ഇൻ ഓപ്പൺ ആക്സസ് ഫിഷറീസ് ട്രാജഡി ഓഫ് കോമൺസ് മെയിൻലി റിസൾട്ട് ഫ്രം ഓപ്ഷൻ ബി ആണ് ഇൻഡിവിജ്വൽ പ്രോഫിറ്റ് മാക്സിമൈസിങ് ബിഹേവിയർ. ഓപ്പൺ ആക്സസ് ഫിഷറി എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അത് ഒരുപോലെ അക്സസിബിൾ ആണ്. ഈ ഒരു കണ്ടീഷനിൽ ഓരോ വ്യക്തിയുടെയും ഇൻഡിവിജ്വൽ പ്രോഫിറ്റ് മാക്സിമൈസിങ് ബിഹേവിയറാണ് എപ്പോഴും ട്രാജഡി ഓഫ് കോമൺസ് എന്ന് പറയുന്ന ഒരു കണ്ടീഷനിലോട്ട് എത്തിക്കുന്നത്. ഈച്ച് ഫിഷർ എയിംസ് ടു മാക്സിമൈസ് പേഴ്സണൽ ഗെയിൻ ഇഗ്നോറിംഗ് ലോങ് ടേം സ്റ്റോക്ക് ഹെൽത്ത് ലീഡിങ് ടു ഓവർ ഫിഷിംഗ്. ദെൻ ബാക്കി വരുന്ന ഓപ്ഷൻസിൻ്റെ കീവേഡ്സ് ഒന്ന് നോക്കാം. റെഗുലേറ്ററി കൺട്രോൾ ഈ ഒരു ട്രാജഡി ഓഫ് കോമൺസിനെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. സ്റ്റോക്ക് അസസ്മെൻറ്റ് ഒരു മാനേജ്മെൻറ്റ് ടൂളാണ്. ലിമിറ്റഡ് ടെക്നോളജി എഫേർട്ടിനെ കൂട്ടാൻ വേണ്ടിയിട്ട് ചാൻസ് ഉണ്ട്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 9, പ്ലാങ്ക് ബിൽറ്റ് ഹൾ കൺസ്ട്രക്ഷന് മോസ്റ്റ് അസോസിയേറ്റഡ് ആയിട്ടുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. ട്രഡീഷണൽ ഫിഷിംഗ് ക്രാഫ്റ്റ് ഇൻ ഇന്ത്യ ഈസ് മോസ്റ്റ് അസോസിയേറ്റഡ് വിത്ത് പ്ലാങ്ക് ബിൽറ്റ് ഹൾ കൺസ്ട്രക്ഷൻ. സോ പ്ലാങ്ക് ബിൽറ്റ് നമുക്കറിയാം വള്ളമാണ് വരുന്നത്. കോമൺലി തമിഴ്നാട് കേരള ഭാഗങ്ങളിൽ യൂസ് ചെയ്യുന്ന വള്ളം പ്ലാങ്ക്സ് യൂസ് ചെയ്തിട്ടാണ് ഉണ്ടാക്കുന്നത്. വള്ളം ഈസ് എ പ്ലാങ്ക് ബിൽറ്റ് ട്രഡീഷണൽ ക്രാഫ്റ്റ് കോമൺലി യൂസ്ഡ് ഇൻ കേരള ആൻഡ് തമിഴ്നാടു.
കാറ്റമാരൻ ആണെങ്കിൽ അത് ലോഗ് ബിൽറ്റാണ്, ലോഗാണ് അതിന് യൂസ് ചെയ്യുന്നത്. ഡഗൗട്ട് കനോയി എന്നാണെങ്കിൽ സിംഗിൾ ഹോളോഡ് ലോഗാണ് അവിടെ യൂസ് ചെയ്യുന്നത്. ഒരു സിംഗിൾ ഹോളോഡ് ലോഗ് യൂസ് ചെയ്യുന്നതാണ് ഡഗൗട്ട് കനോയി. വള്ളത്തിനോട് സിമിലർ ആയിരിക്കും അതിൻ്റെ ഷേപ്പ്, പക്ഷേ അവിടെ യൂസ് ചെയ്യുന്നത് പ്ലാങ്ക്സ് അല്ല, വള്ളത്തിൽ പ്ലാങ്ക്സ് ആണ്. ഇവിടെ സിംഗിൾ ഹോളോഡ് ലോഗാണ് യൂസ് ചെയ്യുന്നത്. കൊറാക്കിൾ ആണെങ്കിൽ നമുക്കറിയാം ഒരു ബാസ്ക്കറ്റ് ലൈക്ക് സ്ട്രക്ചർ ആയിരിക്കും കൊറാക്കിൾ എന്ന് പറയുന്നത്. സോ പ്ലാങ്ക് ബിൽറ്റ് ട്രഡീഷണൽ ക്രാഫ്റ്റ് ഈസ് വള്ളം. അപ്പോൾ സിംഗിൾ ഹോളോഡ് ലോഗ് വരുന്നത് ഡഗൗട്ട് കനോയി ആണ്. Question number 10. The primary purpose of ballast in fishing vessel is to improve speed, maneuverability, stability, fuel efficiency. ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, സ്റ്റെബിലിറ്റി ആണ്. ബലാസ്റ്റ് ലോവേഴ്സ് ദ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി, ഇംപ്രൂവിങ് വെസൽ സ്റ്റെബിലിറ്റി എസ്പെഷ്യലി ഇൻ റഫ് സീസ്. ഓക്കെ, അപ്പോൾ ബലാസ്റ്റ് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിനെ ലോവർ ചെയ്യാൻ വേണ്ടിയിട്ടും റഫ് സീസിലൊക്കെ അതിൻ്റെ സ്റ്റെബിലിറ്റി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ദെൻ ബാക്കി കൊടുത്തിരിക്കുന്ന പോയിൻറ്റ്സിനെ ബേസ് ചെയ്തിട്ട് നമുക്കൊന്ന് നോക്കാം. സ്പീഡാണെങ്കിൽ ഹൾ ഓർ എൻജിൻ ഡിപ്പെൻഡൻ്റ് ആയിട്ടാണ് അതിൻ്റെ സ്പീഡ് ഒരു ഫിഷിംഗ് വെസലിൻ്റെ സ്പീഡ് ഡിറ്റർമൈൻ ചെയ്യുന്നത്. മാനുവറബിലിറ്റി ആണെങ്കിൽ റഡർ ഓർ പ്രൊപ്പോർഷൻസ് ആണ് ഇത് കൺട്രോൾ ചെയ്യുന്നത്. ഫ്യൂവൽ എഫിഷ്യൻസി ആണെങ്കിൽ അത് എൻജിൻ പെർഫോമൻസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. സോ ബലാസ്റ്റിന് സ്യൂട്ടബിൾ ആയിട്ട് വരുന്നത് സ്റ്റെബിലിറ്റിയാണ്. ഓക്കെ, ബാക്കി വരുന്ന ക്വസ്റ്റ്യൻസും ആൻസേഴ്സും നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. നിങ്ങൾക്ക് ഇത്തരം വീഡിയോസ് യൂസ്ഫുൾ ആണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളും കൂടി ഒന്ന് അറിയിക്കുക. അതനുസരിച്ചിട്ട് നമുക്ക് വീഡിയോസ് ചെയ്യാവുന്നതാണ്. കൺസിസ്റ്റൻ്റായിട്ട് വീഡിയോസ് ചെയ്യുന്നതിനായിട്ട് നിങ്ങളുടെ കമൻറ്റ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം. എല്ലാവർക്കും മികച്ച വിജയം ആശംസിക്കുന്നു. താങ്ക്